ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 100/2020 നടന്ന ഒരു PSC എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് LGC പരീക്ഷയ്ക്കൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇത് സ്ഥിരം ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഫസൽ അലി കമ്മീഷനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇരുമ്പുരുക്ക് വ്യവസായമാണ്. മൂന്നാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് രേഖകളിൽ കെട്ടിയോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരായിരുന്നു? കെട്ടിയോട്ട് രാജ ആരാണ്? ഓപ്ഷൻ ബി ആണ്, പഴശ്ശിരാജയാണ് കേട്ടോ. ഓപ്ഷൻ ബി പഴശ്ശിരാജ. നാലാമത്തത്: ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് ഹാൽഡിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. അഞ്ചാമത്തത്: സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CR ദാസും മോത്തിലാൽ നെഹ്റുവാണ് കേട്ടോ. CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി, അഞ്ചാമത്തത് ബി. ഇനി ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആൻസറായിട്ട് വരിക. ഏഴാമത്തെ ചോദ്യം: അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത ആരാണ്? ടെസി തോമസ് ആണ് കേട്ടോ. ടെസി തോമസ്. ഓപ്ഷൻ എ ആണ്. ഇനി അഗ്നികന്യ എന്നറിയപ്പെടുന്ന ആരാണെന്നറിയോ? ബീനാദാസ് ആണ്. അഗ്നികന്യ ബീനാദാസ്. അഗ്നിപുത്രി ടെസി തോമസ് കേട്ടോ. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം കേട്ടോ. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, മരുപ്രദേശമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, മരുപ്രദേശം. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ബദ്ദൂങ് സമ്മേളനമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബദ്ദൂങ് സമ്മേളനമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് 10ാമത്തെ ചോദ്യം: സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണെന്ന് വെച്ചാൽ ബ്യാരിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബ്യാരി. 11ാമത്തെ ചോദ്യം: ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമ്പിൾ ചോദ്യം, നല്ല റിപ്പീറ്റേഷൻ വരുന്ന ചോദ്യമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. 11ാമത്തെ ആൻസർ ഫ്രഞ്ച് വിപ്ലവം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 12: വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ചിനൂക്കാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ചിനൂക്ക് കേട്ടോ. 13ാമത്തെ ചോദ്യം: കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഖാരിഫ് നെല്ല്, റാബി പരുത്തി, സയ്യിദ് പഴവർഗ്ഗങ്ങൾ. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 13ാമത്തത് സി ആണ് ആൻസർ. 1ഉം 3ഉമാണ് ശരി കേട്ടോ. 1, 3 ഇത് ഖാരിഫ്, നെല്ല്, സയ്യിദ്, പഴവർഗ്ഗങ്ങൾ. ഇതാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. 14ാമത്തെ ചോദ്യം: താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ്. താഴെ തന്നിരിക്കുന്നത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14ാമത്തത് ഓപ്ഷൻ ഡി ആണ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക കേട്ടോ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. 15ാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? 1 ഭിലായി ഒഡീഷ, റൂർക്കൽ ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, അതേപോലെ തന്നെ ബൊക്കാറോ ജാർഖണ്ഡ്. ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ശരിയായ ജോഡി ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 15ാമത്തത് സി ആണ് ആൻസർ. അതായത് 3, 4 എന്നിവയാണ് ശരിയായ ജോഡി. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. ഇത് ബാക്കി രണ്ടും എന്താണ്? തെറ്റായതാണ് കേട്ടോ. അപ്പോൾ 3, 4 ശരിയായ പ്രസ്താവനകൾ കേട്ടോ. 16ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഉള്ളത്. അതാണ് സംഭവം. മുകളിൽ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 16ാമത്തെ ചോദ്യം:
ബി ആണ് ആൻസർ വരിക. 1, 2, 3 ഇതെന്താണ് ശരിയായ പ്രസ്താവന. 4 എന്താണ് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 എന്നിവ ശരിയാണ്. 4ാമത്തെ എന്താണ് തെറ്റാണ് കേട്ടോ. ഇന്ത്യയിൽ മുംബൈ ഹൈ എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിൻ്റെയാണ് കേട്ടോ, കൽക്കരിപ്പാടമല്ല പെട്രോളിയത്തിൻ്റെയാണ്, അതുകൊണ്ടാണ് തെറ്റായിട്ട് വന്നത് കേട്ടോ. 17ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽപ്പെടുന്നവ ഏത്? ഇത് തീർച്ചയായിട്ടും ഇനി വരുന്ന പരീക്ഷയ്ക്കും ചോദിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. 1, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. ഇതൊക്കെയാണ് കൊടുത്തേക്കുന്ന ഓപ്ഷൻ. അപ്പോൾ ഇതിലെന്താണ് 17ാമത്തത് ബി. 1, 2, 3 ഇതാണ് എന്തത് ശരിയായിട്ട് വരുന്നത് കേട്ടോ. 1, 2, 3 4ാമത്തതാണ് തെറ്റാണ് കേട്ടോ. അപ്പോൾ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ, ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. 18ാമത്തെ ചോദ്യം, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. പഞ്ചാബ് നാഷണൽ ബാങ്ക് കേട്ടോ, പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യം, UNDPയുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം, ഇത് 2000 കറണ്ട് അഫെയർ 2020-21 കാലഘട്ടത്തിലാണ്, ഇതിനിപ്പോൾ വീണ്ടും ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ 19ാമത്തെ ഡി ആണ്, 131 കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? മതം, ഭാഷ, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം, ജാതി, മതം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. ഇത് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അതായത് മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്ത കാര്യം ഏത്? സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ ഉൾപ്പെടാത്തതാണ് കേട്ടോ. അപ്പോൾ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടാത്ത ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, 1 മാത്രം കേട്ടോ. 1 മാത്രം എന്താണ്? മതം, ഭാഷ, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം എന്തല്ല, സമത്വത്തിനുള്ള അവകാശങ്ങളിൽ വരില്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. 21ാമത്തെ ചോദ്യം, കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസ്, അതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. 21 ഓപ്ഷൻ സി ആണ്, അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം കേട്ടോ. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 22ാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ പ്രധാന ചുമതല. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണ്ണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ 22ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 4ാമത്തെന്താണ് തെറ്റാണ് കേട്ടോ. അപ്പോൾ 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനയാണ്. 4ാമത്തെന്താണ് തെറ്റായതാണ്. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? 1, 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. സുരക്ഷായനം എന്ന മുദ്രാപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 2008 മെയ് 4 കേരളത്തിലെ ആദ്യ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ഇതാണ് 23ാമത്തെ ആൻസർ. ഓപ്ഷൻ എ ആണ്, 4 മാത്രം കേട്ടോ. 4 മാത്രം ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ്, 4 മാത്രം എന്നാണ് തെറ്റാണ്. ബാക്കിയെല്ലാം എന്താണ് ശരിയായ പ്രസ്താവനകളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ 24ാമത്തെ ചോദ്യമാണ്, കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷിക്കാരായ പ്രസവാനന്തര കുഞ്ഞുങ്ങൾ, അതൊന്നുമല്ല. അത് മന്ദഹാസം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പല്ലിൻ്റെയാണ് നമുക്കറിയാം അല്ലേ, പല്ലിൻ്റെയാണ് മന്ദഹാസം. ചിരി, ഇപ്പോൾ ചിരിക്കുമ്പോൾ പല്ലല്ലേ കാണുക. അപ്പോൾ 24 ഡി ആണ് ആൻസർ. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. അപ്പോൾ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 25ാമത്തെ എന്താണ്, 25 എ ആണ്, 2008 ഓഗസ്റ്റ് 11 കേട്ടോ. ഓഗസ്റ്റ് 11. കേരളത്തിലെ
നിലവിലെ തൊഴിൽ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ് കേട്ടോ, ശ്രീ വി ശിവൻകുട്ടി. ഓപ്ഷൻ സി ആണ് ആൻസർ. 27ാമത്തെ ചോദ്യം, 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്രയാണ്? ഓപ്ഷൻ ബി 11 കേട്ടോ, 11. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകളെന്ന് ചോദിച്ചിരിക്കുന്നത്? 1, 2, 3 ഇത് മാത്രമാണ് ശരിയായ പ്രസ്താവന. 4 എന്താണ്? തെറ്റാണ് കേട്ടോ. 4ാമത്തത് തെറ്റാണ്. ബാക്കി സി ആണ് ആൻസർ. 1, 2, 3 ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ 29ാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ. ഇത് വീണ്ടും ചോദിക്കാം. ഓപ്ഷൻ എ ആണ് 58 കേട്ടോ, 58. 30ാമത്തെ ചോദ്യം, ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്നാണ്. ഇതൊക്കെ കറണ്ട് അഫെയർ ആണ്, ഇപ്പോൾ മാറിയിട്ടുണ്ട്. 30ാമത്തെ സി ആണ്, പ്രഫുൽ പട്ടേലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഈ കൊടുത്തേക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇല്ല. കാരണം തിരഞ്ഞെടുപ്പാകുമ്പോൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരെ എടുക്കുകയാണ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടി. അല്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തില്ല? ഉദ്യോഗസ്ഥ വൃന്ദം ഇല്ല എന്ന് ഓർത്തിരിക്കുക. അതാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. ഇനി 32ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 32ാമത്തത് ബി ആണ് ആൻസർ. 91ാം ഭരണഘടനാ ഭേദഗതി കേട്ടോ, 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. 33 സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ശരിയായ പ്രസ്താവന 33 ഡി ആണ് ആൻസർ. സ്റ്റേറ്റ് ലിസ്റ്റ് 66 വിഷയങ്ങൾ ഓർത്തിരിക്കുക. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഇനി 34ാമത്തെ ചോദ്യം, ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ബി ലിംഫോസൈറ്റുകളിലാണ് കേട്ടോ. 34ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം എന്നാണ് തെറ്റാണ്. അതായത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അതേപോലെ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ളതും തെറ്റാണ്. 1ഉം 4ഉം എന്താണ്? തെറ്റായ പ്രസ്താവനകളാണെന്ന് ഓർത്തിരിക്കുക. 34 ഡി ആണ് ആൻസർ. ഓക്കെ. 35ാമത്തെ ചോദ്യം, സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം എന്താണ്? 35ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. കോർണിയ വരൾച്ച തടയുന്നതിന് എന്താണ്? കോർണിയ വരൾച്ച തടയുന്നതിനും നിശാന്തത തടയുന്നതിനും 1ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകളെന്ന് ഓർത്തിരിക്കുക. 35ാമത്തത്, പ്രമുഖ പ്രകൃതിശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? 36ാമത്തെ ആൻസർ ബി ആണ്. 2ഉം 3ഉമാണ് കേട്ടോ. 2ാമത്തത്, സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കി. ഇത് രണ്ടുമാണെന്ത്? ശരിയായ പ്രസ്താവനകൾ. ബാക്കി എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ്. 37ാമത്തെ ചോദ്യം, ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏതാണ്? ബി ആണ് ആൻസർ. വാരിസെല്ല വൈറസ് കേട്ടോ. വാരിസെല്ല വൈറസാണ്. 38ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. എലിപ്പനിയാണ് കേട്ടോ. സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമാണ് എലിപ്പനി. ഓപ്ഷൻ സി ആണ് ആൻസർ. 39 ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണെന്നാണ്? 120 80 mmHg ആണ്. എ ആണ് ആൻസർ കേട്ടോ. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് എന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 2013 ആണ് ആൻസർ കേട്ടോ. 41 ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 41 ഡി ആണ് ആൻസർ. കൊറോണ വൈറസ് കേട്ടോ. ക്രഷിംഗ് ദ കർവ് കൊറോണ വൈറസ്. 42ാമത്തെ ചോദ്യമാണ്, വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 42 ബി ആണ്. ബോയിൽസ് നിയമം കേട്ടോ. ബോയിൽസ് നിയമമാണ്.
43 താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 43ാമത്തേത് ഒന്നാണ് ആൻസർ കേട്ടോ. അല്ലാത്തത് ഏതാണ്? ഒന്ന് മാത്രമേ ഉള്ളൂ. ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ എ ആണ് ആൻസർ. 44ാമത്തെ ചോദ്യം, യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 44 ബി ആണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളത് കേട്ടോ. 45ാമത്തെ ചോദ്യം, ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? 45 സി ആണ് ആൻസർ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കേട്ടോ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് കേട്ടോ. 45 ഡി ആണ് ആൻസർ. 46 ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? 46ാമത്തത് ഡി ആണ് ആൻസർ. ബോട്സ്വാന കേട്ടോ. ബോട്സ്വാനയാണ്. 46ാമത് ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയായിരിക്കും? സി ആണ് ആൻസർ കേട്ടോ. 24 സെൻറ്റിമീറ്റർ. 48ാമത്തെ ചോദ്യമാണ്, ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. 48 ബി ആണ്. പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു കേട്ടോ. പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. 49ാമത് ചോദ്യം, പ്രസ്താവന ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. കാരണം ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവാണ്. ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് എ ആണ്. എസ്സും ആറും ശരിയാണ്. എസ്സിനുള്ള ശരിയായ വിശദീകരണമാണ് 6 എന്നുള്ളത് കേട്ടോ. രണ്ട് കാര്യങ്ങളെന്നാണ്, രണ്ട് പ്രസ്താവനയും കാരണമെന്നാണ് ശരിയാണ്. എസ്സിനുള്ള ശരിയായ വിശദീകരണമാണ് 6 എന്ന് പറഞ്ഞാൽ, അതായത് കാരണം കേട്ടോ. 50ാമത്തത്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? നമുക്കറിയാം ഏതാണ്, ഗഗൻയാനാണ്. 50ാമത്തത് ഡി ആണ് ആൻസർ. 51 ഭൂമിയുടെ ഭൗര നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 51 എ ആണ്. GSLV F-10 കേട്ടോ. GSLV F-10 ആണ് ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-10 ആണ്. 52ാമത് ചോദ്യം, ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കല പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാര്? PK കാളനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 53ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്തത്? 53ാമത് ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് എലിപ്പത്തായം കേട്ടോ. എലിപ്പത്തായം. 54 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? 54 ഡി ആണ്. ലിയാൻഡർ പേസ് കേട്ടോ. ലിയാൻഡർ പേസ്. 55 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. 55 സി ആണ്. ഏകാന്തപഥികൻ കേട്ടോ. ഏകാന്തപഥികൻ. 56 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. 56 ബി ആണ്. അജയ് ദേവ്ഗൺ കേട്ടോ. അജയ് ദേവ്ഗൺ. 57ാമത് ചോദ്യം, 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 57 ബി ആണ്. 3 കേട്ടോ. 2020 ഒളിമ്പിക്സ് ഫുട്ബോളിൽ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? 58 ഡി ആണ്. മാൽക്കം. ഇതൊക്കെ കറണ്ട് അഫെയർ ആണ്. ഇനി ചോദിക്കാൻ സാധ്യത കുറവാണ് ഈ ചോദ്യങ്ങൾ കേട്ടോ. അന്നത്തെ കറണ്ട് അഫെയർസുകളാണ്. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 59 ഡി ആണ്. ഗേറ്റ് വേ കേട്ടോ. ഗേറ്റ് വേ. 60 ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഏതാ? 60 ബി ആണ്. ഫിഷിംഗ് കേട്ടോ. ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിനെ പ്രോസസ്സിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 61 എ ആണ്. ക്യാഷ് മെമ്മറി കേട്ടോ. ക്യാഷ് മെമ്മറി. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻസ് ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ഏതാണ്? ടെക് ജെൻഷ്യ കേട്ടോ. ടെക് ജെൻഷ്യ. ഓപ്ഷൻ എ ആണ് ആൻസർ. 63 ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി
CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ ആണ് ഏതാ? 63B ആണ് ബോസ് കേട്ടോ, ബോസ്. 64ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ 64C ആണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. ഇതാണ് ശരിയായ പ്രസ്താവന കേട്ടോ. 65, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് ആർക്കാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 65D ആണ്, ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. 66ാമത്തെ ചോദ്യം, ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? സാമൂഹിക ബഹിഷ്കരണം 66B ആണ്, പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 കേട്ടോ. 67ാമത്തെ ചോദ്യം, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 67A ആണ്, നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാൻ ആവുകയുള്ളൂ. അതാണ് എന്താണ് തെറ്റായ ഉത്തരം, തെറ്റായത് കേട്ടോ, അതാണ് തെറ്റായത്. 67A. 68, 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമത്തിനുള്ള സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധിയാണ് ചോദിച്ചേക്കുന്നത്. 68A ആണ്, 18 വയസ്സിൽ താഴെ. പോക്സോ നിയമത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോഴത്തത് ഇത് പഴയ കറണ്ട് അഫെയറാണ്. ഹീരാലാൽ സമരിയാണ് ഇപ്പോഴത്തത് കേട്ടോ. 70ാമത്തത്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നതിനുള്ള ഭരണഘടനാ പദവി നൽകിയതിന് ഏത് ഭേദഗതിയിലൂടെയാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. 70ാമത്തത് ഓപ്ഷൻ B ആണ് ആൻസർ. 102ാം ഭേദഗതി നിയമം 2018 കേട്ടോ. 102ാം ഭേദഗതി നിയമം 2018.